A very warm good morning to each one of you. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദി ബോട്ട് എന്ന പാഠഭാഗമാണ് പഠിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പോയമാണ്, ഒരു കവിതയാണിത്. ഇത് നമ്മുടെ കേരളീയനായ മലയാളിയായ സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ അവർകൾ എഴുതിയ കവിതയാണ്. K. Sachidanandan is a renowned poet and literary critic who writes in Malayalam and English. He has published more than 30 collections of poetry. അതായത് ഏകദേശം 30 കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. And a number of essays and translations. He served as secretary of Sahitya Academy and is currently the president of Kerala Sahitya Academy. അപ്പോൾ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുകയാണ്. വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ്. കേരളത്തിൻ്റെ കേരളീയനായ സാഹിത്യകാരനാണ് കെ സച്ചിദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പോയമാണ് ദി ബോട്ട്. ഇതിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഓരോരുത്തരും ഒരു ദുരിതത്തിലാവുമ്പോൾ ഒരാളിൻ്റെ മനസ്സ് എങ്ങനെയാണ് ഉണ്ടാവുക. അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല, ഓരോരുത്തരുടെ മാനസികാവസ്ഥ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ have you ever been affected by or been a witness to a natural disaster? ഒരുപാട് നാളൊന്നും ആയിട്ടില്ല നമ്മുടെ നാട്ടിലൊരു കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നിട്ട് അതിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള അതിൽ നിങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ടോ? അതിൻ്റെ വിഷമതകൾ അതിൽ കൂടെ എല്ലാം പോകുമ്പോൾ നമ്മളൊരു ക്യാമ്പിൽ താമസിക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ വാട്ട് വെയർ യുവർ എക്സ്പീരിയൻസസ് ആൻഡ് ഇംപ്രഷൻസ്, അതിനെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാക്കിയ സ്വാധീനം എങ്ങനെയാണ്, അതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയാണ്, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ദി ബോട്ട് എന്ന കവിത, ഇതിൽ ഈ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ഒരു കുടുംബം, ആ കുടുംബം അതിൽ അവർക്കൊരു ബോട്ട് കിട്ടുന്നു. അപ്പോൾ അതിലെല്ലാവർക്കും കയറാനുള്ള സ്ഥലമില്ല, ഒരാൾക്ക് മാത്രമേ കയറാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ ആ ഒരു അമ്മ സിക്ക് മദറാണ്. സിക്ക് മദർ എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത ഒരമ്മയാണ്. പ്രഗ്നന്റ് ഡോട്ടറാണ്, അതായത് ഗർഭിണിയായ ഒരു മകളുണ്ട്. ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മകൻ, വീട്ടിലെല്ലാരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മകൻ. ഇവർ 3 പേരും ആ ബോട്ട് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയാണ്. വെറുതെ ഞാൻ കയറട്ടെ എന്ന് പറഞ്ഞല്ല വഴക്ക് കൂടിയത്. അടുത്തയാൾ കയറൂ, നിങ്ങൾ കയറൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരും വഴക്ക് കൂടുന്നു. അതാണ് ഈ വളരെ മനോഹരമായ, നമുക്കൊരുപാട് മൂല്യങ്ങൾ പകർന്നു തരുന്ന, അതായത് സെൽഫിഷായ ഇക്കാലത്ത് ഇന്ന് സെൽഫിഷ്നെസ് ഓരോ ദിനം പ്രതി നമ്മൾ ജീവിതം മെക്കനൈസ്ഡ് ഒരു മെഷീൻ പോലെ ആയതിനോടൊപ്പം സെൽഫിഷ്നെസ് കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് സെൽഫ്ലെസ്നെസ്, സ്വാർത്ഥത ഇല്ലായ്മ, സെൽഫിഷ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത, സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത ഇല്ലായ്മ. അപ്പോൾ സ്വാർത്ഥത ഇല്ലായ്മ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഒരു മരണം മുഖാമുഖം കാണുമ്പോൾ പോലും എങ്ങനെ ഒരു പേടിയില്ലാതെ ഭയമില്ലാതെ നിസ്വാർത്ഥമായിരിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കവിത കൂടിയാണിത്. അപ്പോൾ എ സിക്ക് മദർ, അതായത് സുഖമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, രോഗിയായ ഒരമ്മ. പ്രഗ്നന്റ് ഡോട്ടർ, പ്രഗ്നന്റ് എന്ന് പറഞ്ഞാൽ ഗർഭിണിയായ, ഡോട്ടർ മകൾ. എ സൺ ഹൂ ലുക്സ് ആഫ്റ്റർ ഓൾ അറ്റ് ഹോം. സൺ എന്ന് പറഞ്ഞാൽ മകൻ, ലുക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സംരക്ഷിക്കുന്ന, കെയർ ചെയ്യുന്ന, ഓൾ അറ്റ് ഹോം വീട്ടിലുള്ള എല്ലാവരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകൻ.
The rescue boat has space left only for one. ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ റെസ്ക്യൂ ബോട്ട്, രക്ഷിച്ചു കൊണ്ടുപോകാൻ വരുന്ന ബോട്ട് വന്നു, റെസ്ക്യൂ ബോട്ട് വന്നു. അപ്പോൾ ആ റെസ്ക്യൂ ബോട്ട് വന്നപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ള സ്പേസ്, അതായത് സ്ഥലം, ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. The three quarrel among themselves. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും, കോറൽ എന്ന് പറഞ്ഞാൽ വഴക്ക് കൂടുക അല്ലെങ്കിൽ തർക്കിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ the three quarrel among themselves, 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് വഴക്കുകൂടി. എന്തിനു വേണ്ടിയാണ്? നോട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട്. ഞാൻ കയറട്ടെ എന്ന് പറഞ്ഞല്ല, നോട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട്, ബോട്ടിൽ കയറാൻ വേണ്ടിയല്ല, ബട്ട് ഫോർ ദ അതർ ടു ക്ലൈംബ് ഇൻ. പക്ഷെ നീ കയറൂ. ക്ലൈംബ് ഇൻ എന്ന് പറഞ്ഞാൽ കയറുക. അടുത്ത ആൾ അതിലേക്ക് കയറൂ എന്ന് പറഞ്ഞാണ് അവിടെ വഴക്ക് കൂടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ തർക്കിച്ചു കൊണ്ടിരുന്നത്. ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീങ്സ് സെൽഫ്ലെസ്. ട്രാജഡി എന്ന് പറയുമ്പോൾ ഒരു ദുരന്തം. എന്ത് ദുരന്തം? അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ പ്രകൃതി കൊണ്ടുണ്ടായ ഒരു നാശം എന്നൊക്കെ പറയാം. ട്രാജഡി എന്ന് പറയുമ്പോൾ എന്ത് തരം ദുരന്തമായാലും അതിനെ നമ്മൾ ട്രാജഡി എന്ന് പറയും. അപ്പോൾ എന്ത് തരം ദുരന്തമായാലും ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യന്മാർ സെൽഫ്ലെസ്, നിസ്വാർത്ഥമായി മാറണം. പക്ഷേ സാധാരണയായി നമ്മൾ വിശപ്പ് വരുമ്പോൾ എല്ലാവരും വിശപ്പ് വരുന്ന സമയത്ത് നമുക്ക് സ്വാർത്ഥത കൂടുമെന്ന് പറയണം. കാരണം കുറേ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ കുറച്ച് ഭക്ഷണമാണുള്ളത്, എല്ലാവർക്കും തികഞ്ഞില്ല, എല്ലാവരും കൈനീട്ടി പിടിക്കാൻ നോക്കുമെന്നാണ് പറയുക. അത് വിശപ്പിൻ്റെ ഒരു ജീവന്റെ പ്രതിഭാസമാണത്. പക്ഷെ ആ ഒരു സമയത്തും അവനവന്റെ ജീവൻ രക്ഷപ്പെടുത്താനാണ് പൊതുവെ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു വസ്തു ഒരു അപകടം വരുന്ന സമയത്ത് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഓടാനാണ് നോക്കുക. അത് പൊതുവെ ജീവികളുടെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പം നമ്മൾ പൊതുവെ മറ്റൊരു ജീവിയെ പറ്റി ആലോചിക്കാത്ത ഒരു സമയമാണ്. അപ്പോൾ ഒരു നല്ല മനുഷ്യൻ, ഒരു മൂല്യബോധമുള്ള ഒരു മനുഷ്യൻ, മൂല്യങ്ങൾ സ്വാംശീകരിച്ച ഒരു മനുഷ്യൻ ആ സമയത്ത് പോലും നിസ്വാർത്ഥനായിരിക്കും. മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടാതെ മരിച്ചു പോയാലും സാരമില്ല. ആ സമയത്ത് മരണം പോലും നമ്മളെ ഭയപ്പെടുത്തുന്നില്ല. ഡെത്ത് ഫിയർലെസ്, മരണം ഭയപ്പെടുത്തുന്നില്ല, ഭയമുണ്ടാക്കുന്നില്ല. അപ്പോൾ മരണം പോലും ഭയമുണ്ടാക്കാതെ ഇനിയൊരു ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീങ്സ് സെൽഫ്ലെസ് ആൻഡ് ഡെത്ത് ഫിയർലെസ്. നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരു പരിധി വരെ ജാതി മത വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഉയർന്നവനാണ് താഴ്ന്നവനാണ്, ഞാൻ കുറേ പണമുള്ള വീട്ടിലുള്ള ആളാണ് അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ട വീട്ടിൽ, ആ വ്യത്യാസങ്ങളൊക്കെ എല്ലാവരും ഒരു ക്യാമ്പിൽ താമസിക്കുക, വലിയ മാളികയിലുള്ള ആളും കുടിലുള്ള ആളും ഒരേ ക്യാമ്പിൽ താമസിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. ഒരേപോലത്തെ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ കുറേയൊക്കെ ആ വ്യത്യാസങ്ങൾ മനുഷ്യന് ഒരു പരിധി വരെ കുറയാനും മറക്കാനും ഒക്കെ ആ ഒരു കാലഘട്ടം സഹായിച്ചു. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ എല്ലാവരും നിസ്വാർത്ഥമായി ആ സമയത്ത് കേരളീയർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ആ വെള്ളപ്പൊക്കത്തിനെ നേരിട്ടു. അതിൽ അകപ്പെട്ടു പോയവരെ സഹായിച്ചു. അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, വെള്ളം, മറ്റ് പ്രാഥമിക ആവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ എത്തിച്ചു കൊടുത്തു. അപ്പോൾ ആ സമയത്ത് മനുഷ്യൻ എങ്ങനെ നിസ്വാർത്ഥനാവാം, എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാം, ഇങ്ങനെയുള്ള മൂല്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഈ കവിതയിലൂടെ നമുക്കത് വീണ്ടും ഓർമ്മിക്കാനും അത് പരിചയപ്പെടാനും ഒക്കെ നമുക്ക് ഈ കവിതയിലൂടെ അവസരമുണ്ടായി. വളരെ മനോഹരമായ കവിതയാണ്. ഇതിൽ നിന്ന് ഉൾക്കൊണ്ട മൂല്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലുടനീളം മറക്കാതെ കൊണ്ട് നടക്കുക. അപ്പോൾ ഈ കവിത ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.